ദിവസങ്ങളും ആഴ്ചകളും അതേപോലെ തന്നെ മാസങ്ങളും വർഷവുമൊക്കെ വളരെ ദ്രുതഗതിയിൽ വളരെ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച, ഒരു മാസം, പിന്നെ അടുത്ത മാസം. റമദാൻ ഇന്നലെ കഴിഞ്ഞ പോലെയാണ്. റമദാൻ ഇതാ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. എത്ര സ്പീഡാണ്! നമ്മൾ പള്ളിയിൽ വന്ന് ഒരു അരമണിക്കൂർ മുമ്പ് നേരത്തെ നമ്മൾ വന്നിരുന്നാൽ പോലും ഒരല്പനേരം സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതാനിരിക്കുമ്പോഴേക്കും സമയമായി കഴിഞ്ഞു. അത്രയും വളരെ പെട്ടെന്ന് നമ്മളെ ആരെയും കാത്തു നിൽക്കാതെ സമയം ദിവസങ്ങളായി, അതാഴ്ചകളായി, മാസങ്ങളായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൂരം കുറഞ്ഞു വരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തീരെ ഇല്ല, വളരെ പെട്ടെന്നാണെല്ലാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോകുന്ന മണിക്കൂറുകളെക്കുറിച്ചോ ദിവസങ്ങളെക്കുറിച്ചോ നമുക്ക് അങ്ങനത്തെ ഒരു ചർച്ചയൊന്നുമില്ല, ഒരാലോചനയില്ല. അതങ്ങനെ പോകുന്നു. പക്ഷെ നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു, അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് വലിയ പ്രശ്നമാണ്. എക്സാമ്പിൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന സെൽഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതൊരു 5 മിനിറ്റ് തകരാറിലായാൽ നമ്മൾ ഭ്രാന്തന്മാരായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾക്കത് ചിന്തിക്കാനേ കഴിയില്ല. ഒരു നയാ പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിലും അത് എവിടെ നിന്നെല്ലാം വാങ്ങിച്ചെടുക്കാൻ കഴിയോ, അല്ലെങ്കിൽ സൗകര്യങ്ങൾ EMI ഉണ്ടല്ലോ, ഈ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി അടുത്ത 5 മിനിറ്റിനകം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ നമ്മൾ ആ ഫോൺ സ്വന്തമാക്കിയിരിക്കും. അപ്പം നമ്മൾക്കൊരു ബേജാറാണ്. നമ്മുടെ വാഹനം അങ്ങനെ തന്നെയാണ്. വാഹനത്തിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ ടെൻഷനായി. അപ്പം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വസ്തുവും ഇങ്ങനെയാണ്. അതിനെന്തെങ്കിലും കേടുപാട് വരുമ്പം, ഇനി അതുപോട്ടെ, മരണം സംഭവിക്കുന്നില്ലേ, നമ്മുടെ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അവരുള്ളപ്പം നമുക്ക് അത്ര പ്രശ്നമല്ല, ഒരു ബേജാറുമില്ല. പക്ഷേ അതില്ലാതെയാകുമ്പോൾ, നമ്മുടെ ഉമ്മ ഉപ്പ ഉള്ള സമയത്ത് നമ്മൾക്ക് അവർക്കൊരു വിലയില്ല. അവരില്ലാതിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ പ്രയാസം, ആ ഒരു വേദന, ഇത് നമ്മൾ തിരിച്ചറിയണം. ഉള്ളപ്പം നമ്മൾക്കതറിയില്ല. ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഈ പ്രയാസം, അത് ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമില്ല എന്നുള്ള. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയുക, നമ്മുടെ ഈ സഞ്ചാരം, നമ്മുടെ ഈ യാത്ര. ഞാൻ പറഞ്ഞല്ലോ, ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിത്തീരുകയാണ്. അത്രക്ക് സ്പീഡിലാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സഞ്ചാരം അത് മരണത്തിലേക്കുള്ള എൻ്റെ സഞ്ചാരമാണ്, അല്ലെങ്കിൽ എൻ്റെ ആയുസ് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, എൻ്റെ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വരാത്തിടത്തോളം കാലം പ്രശ്നം. ഇവിടെയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ചിന്തിപ്പിക്കണം, ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ആ ഒരു ദിവസം ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന ഒരു തീരുമാനം നമ്മൾക്കുണ്ടാകണം. ആ ഒരു ചിന്തയും വിചാരവും ഏതൊരു സത്യവിശ്വാസിക്കും പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അക്സിറു ഹാദിമൽ ലദാത്ത്. നമ്മൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ഓർക്കണം. എല്ലാ സുഖസൗകര്യങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം തകർത്തെറിയുന്ന മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു സത്യമുണ്ടല്ലോ. ആ സത്യത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചത് ഇതുകൊണ്ടാണ്. അടുത്ത മണിക്കൂറിൽ നമ്മൾ ഉണ്ടാവുമോ, ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? അപ്പൊ ഞാനും നിങ്ങളും ഇപ്പൊ റമദാൻ നമ്മൾ ആഗ്രഹിച്ച് വരികയാണ്.
പടച്ചവനെ, റമദാൻ ഇതാ അടുത്തു വന്നിരിക്കുന്നു, വിശ്വാസികളുടെ ഒരു സന്തോഷ ദിനം ഇതാ എന്നിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മിൽ എത്ര പേർക്ക് റമദാൻ ആസ്വദിക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. എത്ര പേർ അതിനിടയ്ക്ക് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങേണ്ടി വരും എന്ന് പറയാൻ കഴിയില്ല നമുക്കാർക്കും. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ധൃതി പിടിച്ചുള്ള ഓട്ടം ഉണ്ടല്ലോ, ഓട്ടം, നമ്മുടെ ഈ പാച്ചിൽ, ഇത് നിലക്കുന്ന ഒരു സമയമുണ്ട്. ഇതെല്ലാം അവസാനിക്കുന്ന, ഇപ്പൊ നമ്മൾക്ക് തിരക്കാം. ഇന്ന് പള്ളിയിൽ മഗ്‌രിബിന് ശേഷം ഒരു ജിൽസത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു മജ്‌ലിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്പനേരം ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾക്ക് തീരെ സമയമല്ല. എന്നിട്ട് അതിന് നമ്മൾ ന്യായം പറയും, ഇന്നലെ ആയിരുന്നെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു, ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉണ്ടാവും. ഇത് പറയണ്ടല്ലോ, നമ്മൾക്ക് സമയമല്ല. ആരോട് ചോദിച്ചു നോക്കി, ആരോട് പരസ്പരം സംസാരിച്ചാലും പറയും എനിക്ക് സമയമല്ല. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും പറയും സമയമില്ല. പക്ഷേ നമ്മളെയെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതമെല്ലാം നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട് നമ്മൾക്ക്. ആ സമയത്തെക്കുറിച്ച് ഏതൊരു വിശ്വാസിയും ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അങ്ങാടിയിൽ വെച്ചാണോ, പള്ളിയിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, സ്വദേശത്ത് നിന്നാണോ, അതല്ല വിദേശത്ത് വെച്ചാണോ, ഫ്ലൈറ്റിൽ വെച്ചാണോ, ഒന്നും അറിയില്ല നമ്മൾക്ക്. എവിടെ വെച്ചാണെങ്കിലും സംഭവിച്ചിരിക്കും. ഏത് സ്ഥലത്ത് വെച്ചാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അതാണ് മരണം. ആ ഒരു സത്യം നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് വളരെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സമയത്ത് ഉബൈദുള്ള എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഉബൈദുള്ള. അദ്ദേഹത്തോട് മുആവിയ ചോദിച്ചു, അല്ലയോ ഉബൈദുള്ള, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഭവം പറയാമോ എന്ന് ചോദിച്ചു. ഉബൈദുള്ള പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് ഒരാൾ വന്നിരുന്നു. ഞങ്ങൾ അറിയില്ല അദ്ദേഹത്തെ, പക്ഷെ അദ്ദേഹം ആ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നമസ്കാരമൊക്കെ നിർവഹിച്ചു. പക്ഷേ എനിക്ക് സങ്കടം, എൻ്റെ സങ്കടം എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു, കരഞ്ഞുപോയി ഞാൻ. എന്നിട്ട് ഉബൈദുള്ള അവിടെ വെച്ചൊരു വരി കവിത ചൊല്ലി. യബ്കിൽ ഗരീബുഹു അലൈഹി ലൈസ യഅരിഫുഹു വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. ഉബൈദുള്ള അവിടെ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കവിതയുടെ ശകലം. എന്താണ് അതിന്റെ അർത്ഥം? അപരിചിതരായ ഈ ആളുകൾ, കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഇവരൊക്കെയും കരയുകയാണ്. ലൈസ യഅരിഫുഹു, അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല, ഊരും പേരും അറിയില്ല, എവിടെയാണെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ആകസ്മികമായി ഉണ്ടായ ഈ മരണത്തെ കുറിച്ചോർച്ച് എല്ലാവരും കരയുകയാണ്. പക്ഷേ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മരണം അറിയാത്ത അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഒരു പക്ഷേ അദ്ദേഹത്തെ കുറിച്ചോർത്ത് സന്തോഷിക്കുന്നുണ്ടാകാം. അവരാരും മരണം അറിയില്ല, പക്ഷേ ഞങ്ങളാരും അദ്ദേഹത്തെ അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ മരണത്തെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് പറയുന്ന ഈ വാചകം, ഈ കവിത അദ്ദേഹം ചൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഉബൈദുള്ള, ആരാണ് ഈ കവിത ചൊല്ലിയത് എന്ന് നിനക്കറിയുമോ? ഉബൈദുള്ള പറഞ്ഞു, അറിയില്ല. എന്നാൽ ഈ മരിച്ചു കിടക്കുന്ന ഈ സഹോദരൻ എഴുതിയ കവിതയാണ് അങ്ങ് ഈ ചൊല്ലിയത് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്.
നമ്മൾ അറിയണം. ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും വരാനിരിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ എവിടെ വെച്ചെങ്ങനെ ഏതു വിധത്തില് ആരാണ് നമ്മെ കുളിപ്പിക്കുക എന്നറിയില്ല, ആരാണ് കഫൻ ചെയ്യുക എന്നറിയില്ല, ആരെല്ലാം നമ്മൾക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കും എന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾക്ക് സമയമില്ലല്ലേ, ഇപ്പൊ തിരക്കാണല്ലേ. എല്ലാ തിരക്കും അവസാനിപ്പിച്ചൊരു യാത്രയുണ്ട് നമ്മൾക്ക്. ആ യാത്രയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇങ്ങനെയാണ് വരിക. ആർക്കും ഒന്നും നിർവചിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയണം. എങ്കിൽ നാം അനവധി മയ്യത്തുകൾക്ക് നമ്മൾ സാക്ഷികളായിട്ടില്ലേ? എത്ര പേരാണ് ഓരോ ആഴ്ചയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകള് ഇല്ലേ, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകള്. എല്ലാ ദിവസവും ഇപ്പൊ കുറച്ചധികമായി മരണം ഇങ്ങനെ കൂടുതൽ അധികരിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മരണ വീടുകളിൽ പോകുന്നു, നമ്മൾ മയ്യത്ത് കാണുന്നു, നമ്മൾ മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, മയ്യത്ത് നമസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് തസ്ബീഹ് ചൊല്ലുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നു അല്ലേ? തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളുണ്ട്. ആ മരിച്ച മനുഷ്യനെ കുറിച്ചോ, ആ മനുഷ്യന്റെ മക്കളെ കുറിച്ച്, അവരുടെ സാമ്പത്തികമായ അവസ്ഥകളെ കുറിച്ച് അല്ലേ, നന്മകൾ പറയും. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഈ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്ന് നന്മ പറയുമ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില മർക്കടമുഷ്ടിയുള്ള, ദേഷ്യപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ചില ആളുകളെ കണ്ടാൽ അദ്ദേഹം മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഉണ്ടല്ലോ, ചിരിക്കില്ല എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ അവിടെയും പറയും ഇല്ലേ? ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ എന്താ ചെയ്യാ? ഉടനെ തന്നെ മയ്യത്ത് കാണും, മയ്യത്ത് കണ്ട് നേരെ പുറത്തിറങ്ങും. ആ വീടിന്റെ മുറ്റത്തൊരു ഭാഗത്ത് 4 ആൾ കാണാം, നേരെ എങ്ങേ ഭാഗത്ത് വേറെ 4 ആളിരിക്കും. അങ്ങനെ അപ്പുറയും ഇപ്പുറയും ആണുങ്ങളുള്ള ഭാഗത്ത് ഒരു ഭാഗത്തും സ്ത്രീകളുള്ള ഭാഗത്ത് അവിടെയും അങ്ങനെയാണ്. എന്നിട്ട് എന്താ സംസാരം? ഓ, ആ മരിച്ച വ്യക്തിയെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും അയാളുടെ ആധാരം അത് അന്വേഷിക്കുന്ന തിരക്ക. ഏതെങ്കിലും ഒരു സമയത്ത് ഈ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, ഞാനും ഇതേ ഒരവസ്ഥയിൽ കിടക്കേണ്ടവനാണ് ഞാൻ, ഇദ്ദേഹം ഈ കിടക്കുന്നത് പോലെ ഞാനും ഒരു ദിവസം കിടക്കണമല്ലോ, എന്നെ കുറിച്ചും ഇതുപോലെ ആളുകൾ പറയില്ലേ എന്നതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഞാനോ നിങ്ങളോ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ എന്താണ് പറയേണ്ടത്, നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, ആവശ്യത്തിനും അനാവശ്യവുമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇത്തരം ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഞാനും ഇതുപോലെ കിടക്കേണ്ടവനാണ്. അപ്പം മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കുറിച്ചോ, അവരുടെ കുടുംബത്തെ കുറിച്ചോ, അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ, അനാവശ്യമായി ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യരുത് എന്ന വസ്തുത നമ്മൾ അറിയണം. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. മർറു ബി ജനാസ ഫഅസ്നഉ അലൈഹാ ഖൈറൻ. ഒരു ജനാസയുമായി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തെ നല്ലതായി പുകഴ്ത്തി പറഞ്ഞ ഒരു സമയം. അപ്പൊ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സുമ്മ മർറു ബി ഉഖറ, മറ്റൊരു ജനാസയുമായി പോകുമ്പോ ഫഅസ്നഉ അലൈഹാ ശർറ, അദ്ദേഹം മോശമുള്ളവനാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് സംസാരിച്ചപ്പോ ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്, അപ്പോഴും റസൂലുള്ളാഹി വജബത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖാല ഉമർ ഖത്താബ് മാ വജബത്,
ഈ വജബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, ഖാല അസ്നൈതും അലൈഹി ഖൈറ, നിങ്ങൾ ഏറ്റവും നന്മ പറഞ്ഞ ഒരു വ്യക്തിയുണ്ടല്ലോ, ഒരു മയ്യത്ത് പോകുമ്പോ ആ മയ്യത്തിനെ കുറിച്ച് നിങ്ങൾ നന്മ പറഞ്ഞിട്ടില്ലേ, അത് ഫവജബത് ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം അനിവാര്യമാണ്, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായും ലഭിക്കും എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ തിന്മ പറഞ്ഞല്ലോ ഒരു മയ്യത്തിനെ കുറിച്ച്. അപ്പൊ റസൂൽ പറഞ്ഞു, ആ മയ്യത്തിന് തിന്മയുണ്ട്, അതുകൊണ്ട് നരകം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നന്മയെ പറയാവൂ, നല്ലതേ പറയാവൂ. നമ്മൾ എന്തിനാണ് ഈ പാപം പേറുന്നതും ഈ പാപത്തിന് അർഹമായി തീരുന്നതും എന്ന് ഞാനും നിങ്ങളുമൊക്കെ വളരെ കൃത്യമായി ആലോചിക്കണം. കാരണം നാളെ എന്നെ കുറിച്ച് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എന്നെ നോക്കി, അപ്പം എന്റെ പേരല്ലല്ലോ പറയാ, മയ്യത്ത് എന്നല്ലേ പറയാ. അപ്പൊ ഞാനാകുന്ന മയ്യത്ത്, ഈ മയ്യത്തിനെ കുറിച്ച് അല്ലേ മോശം പറയാൽ നാളെ ഞാനും അത് അനുഭവിക്കണല്ലോ, എന്നെ കുറിച്ചും ഇതിങ്ങനെ പറയുമല്ലോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കേവർക്കും ഉണ്ടാകണം. എന്താ ഇതിനുള്ള വഴി? നല്ലവരായി വളരുക, ഇത്രേ ഉള്ളൂ. നമ്മൾ നന്നാവുക. എങ്ങനെ നന്നാകണം? അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തി മുത്തഖിയായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നഹു മയ്യത്തഖി. ആരാണ് മുത്തഖി? ആരാണ് മുത്തഖി? നല്ല വസ്ത്രം ധരിച്ചവനാണോ? നല്ല വേഷഭൂഷാദികൾ ഉള്ളവനാണോ മുത്തഖി? അല്ല, അള്ളാഹുവിൽ സൂക്ഷ്മത പാലിച്ച് ഏത് സന്ദർഭത്തിലും ഒറ്റക്കും കൂട്ടായുമുള്ള സമയത്ത്, ഒറ്റക്കാകുമ്പോഴും അല്ലാത്തപ്പോഴും അള്ളാഹുവിനെ സാക്ഷി നിർത്തി അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുത്തഖി. എങ്കിലും അതിനിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, സങ്കീർണമായ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് വന്നേക്കാം. ആ സമയത്ത് വയസ്ബിർ, ക്ഷമിക്കാൻ സാധിക്കണം. അങ്ങനെ അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തുകയും ക്ഷമിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ സുഹൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു പാഴാക്കി കളയുകയില്ല. നമ്മൾ എന്തു വേണം? നല്ലവനായി ജീവിക്കാൻ തയ്യാറാകണം. നമ്മെക്കുറിച്ച് നല്ലത് പറയണം, ജീവിക്കുന്നപ്പോഴും പറയണം, മരണപ്പെട്ടാലും നമ്മെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹുവിന്റെ സ്വർഗം അത് ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടും. മൊത്തത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ആയുസ് വളരെ കുറവാണ്. ഏത് സമയവും ഞാൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി അവങ്കലിലേക്ക് പോകാനുള്ളവനാണ്. അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ, ദുഷ്ടമായ സ്വഭാവങ്ങളൊന്നുമില്ലാതെ നല്ല തുറന്ന ഹൃദയം, ഏവർക്കും സ്വാഗതം പറയാൻ പറ്റിയ നിലക്കുള്ള ഹൃദയം, വിശാലമായ ഹൃദയം, കുടുസുള്ളതല്ല, പിശുക്കുള്ളതല്ല, വിശാലമായ ഹൃദയം, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയണം നമ്മൾക്ക്. ആ നിലക്ക് സന്തോഷം പങ്കിട്ട് ദുനിയാവിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അൽ മുഅ്മിനു, സത്യവിശ്വാസിയായ മനുഷ്യൻ, യമൂതു, അവൻ മരണപ്പെടുന്നത് ബിഅർഖിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തൊലിച്ചുകൊണ്ടാണ്. എങ്ങനെ? നന്മകൾ ചെയ്തുകൊണ്ട്, സുഹൃതം ചെയ്തുകൊണ്ട്, മരണത്തിന്റെ സക്കറാത്തിന്റെ ഹാലിലുള്ള വേദന കൊണ്ടുള്ള വിയർപ്പല്ല, മറിച്ച് അമൽ ചെയ്യുകയാണ്, കർമ്മം ചെയ്യുകയാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള നല്ല മനസ്സോടുകൂടി ജീവിച്ച് ഉദ്ഖുൽ എന്ന് പറയണം നമ്മളോട്. എവിടേക്ക്? ശാന്തമായ അവസ്ഥയിലേക്ക്, നല്ല മനസ്സോടെ സംതൃപ്തിയോടുകൂടി, റാളിയത്തൻ മർലിയൻ എന്ന് ഖുർആൻ പറഞ്ഞ അതുപോലെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്
പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. അറബി മാസങ്ങളിലെ 8ാമത്തെ മാസമായ ഷാബാനിലാണ്, റമളാനിനെ തൊട്ട് മുമ്പുള്ള മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ റമളാനിനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ട സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ഈ ഷാബാൻ മാസം ആരാധനാകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ നോമ്പല്ല. ആളുകൾ അങ്ങനെയാണ്. ഷാബാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ദിവസം മാത്രമാണ് ജനങ്ങൾക്ക് ഓർമ്മ, ഷാബാൻ 15. എന്താണെന്നറിയില്ല. അങ്ങനെയല്ല. ഷാബാൻ മുതൽ റമളാൻ തുടങ്ങുകയാണ്. റമളാനിൻ്റെ ആമുഖമാണ് ഷാബാൻ. അപ്പോൾ ആ ഷാബാൻ മാസം അത് തീരുന്നതോടുകൂടി റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ അതിന് ഒരുങ്ങി നിൽക്കണം. നമ്മുടെ മനസ്സും ശരീരവും എല്ലാ അർത്ഥത്തിലും റമളാനിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഷാബാനിൽ ചെയ്തിരുന്നത്. പിന്നെ ഈ ഷാബാൻ വരുമ്പോഴേക്കും പല നിലക്കുള്ള, അപ്പം നോമ്പിനെ സംബന്ധിച്ചുള്ള സുന്നത്ത് നോമ്പുകൾ തന്നെ ധാരാളം ഉണ്ട്. നമ്മൾ എടുക്കലുണ്ടോ എടുക്കാറില്ലേ എന്നത് മറ്റൊരു വിഷയം. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാണല്ലോ. അയ്യാമുൽ ബീദ് 13, 14, 15 അറബി മാസം. അങ്ങനെ മൂന്നും, ആ മാസത്തിൽ ആ 3 നോമ്പും, ആഴ്ചയിൽ ഈ 2 നോമ്പും കൂട്ടിയാൽ 8, 3, 11 നോമ്പ് നേർക്ക് നേരെ സുന്നത്ത് നോമ്പ് അങ്ങനെ തന്നെ ഉണ്ട്. അത് നമ്മൾ ചെയ്യലുണ്ടോ? നമ്മൾ ആലോചിക്കുക. അതുമല്ലാതെ ഇനിയും ഷാബാൻ മാസത്തിൽ റസൂലുള്ള മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷാബാൻ മാസത്തിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു. അത് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ മാത്രം നിജപ്പെടുത്തിയിട്ടില്ല. സമൂഹത്തിൽ വ്യാപകമായ ഒരു 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 വിദ്യാർത്ഥി നിലനിൽക്കുന്നത് എന്താ? ഷാബാൻ 15 എന്തോ ചില പ്രത്യേകതകൾ ഉണ്ടെന്നോ അത് മനസ്സിലാക്കിയിട്ട് അതിന് പ്രത്യേക പേരുകളൊക്കെ ഇട്ടിട്ട് ഷാബാൻ 15 മാത്രമായി ഒരു നോമ്പ്, അന്ന് മാത്രം ചില നമസ്കാരം, സലാത്തു അൽഫിയ, 1000 നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമൊക്കെ മലബാർ ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായി അതിനു വേണ്ടി ഒരു ചടങ്ങ് തന്നെ ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഈ സലാത്തു അൽഫിയ എന്ന് പറഞ്ഞാൽ എന്താ? 100 റക്അത്ത് നമസ്കാരം. ഓരോ റക്അത്തിലും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ്. അപ്പം അങ്ങ് പെരുക്കിയാൽ മനസ്സിലാവും 1000 കിട്ടുന്നത് എങ്ങനെയാണ്. അങ്ങനെയാണ് ഈ 1000 നമസ്കാരം സലാത്തു അൽഫിയ എന്ന് പറഞ്ഞിട്ട്. ഇതിന് ഈ പ്രവാചകന്റെ ചര്യയുമായി സുന്നത്തുമായി ആ നമസ്കാരത്തിന് യാതൊരു ബന്ധവുമില്ല. അതിനാണ് പറയുക ബിദ്അത്ത്. അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത സംഗതിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹദീസ് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ പകുതി, അതായത് 15, ഷഅബാന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? ഷഅബാൻ 15. അന്ന് ഫഖൂമു ലൈലഹ, രാത്രി മുഴുവനും നിങ്ങൾ ഹയാത്താക്കണം, നിന്ന് നിസ്കരിക്കണം, ഈ സലാത്ത് അൽഫിയ ചെയ്യണം. വസൂമു നഹാറഹ, അന്നത്തെ ദിവസം പകല് നോമ്പ് എടുക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് ചവറ്റുകൊട്ടയിൽ പോയി തിരഞ്ഞാൽ പോലും കാണാത്ത ഹദീസാണ്. ചവറ്റുകൊട്ടയെന്ന് പോലും കിട്ടിയാല. അത്രക്കും മൗലൂആയ ഒരു ഹദീസ് പിടിച്ചിട്ട് ആളുകളെ ഈ ഒരു ദിവസത്തേക്ക് ഒരുക്കി കൊണ്ടുവന്ന്, എന്നാലോ ഇവിടെ സുന്നത്തായി പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതൊന്നും ചെയ്യല. ഇങ്ങനെ സുന്നത്തായി പഠിപ്പിച്ച ഒരു സംഭവം ചെയ്യല. പ്രവാചകൻ പറയാത്ത എന്താ പ്രവാചകൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച്? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവം എൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുകയോ പറയാത്തത് ഉണ്ടെന്ന് പറയുകയോ
ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുകയോ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞത് അവന് നരകത്തിൽ ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ്. വളരെ കൃത്യമായി പ്രവാചകൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് അള്ളാഹുവിനനുസരിക്കണം, പ്രവാചകനനുസരിക്കണം, പറഞ്ഞത് ചെയ്യുക. പ്രവാചകന്റെ സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്തി മാന്യമായി ജീവിച്ച് ഈ ദുനിയാവെന്ന് വിട പറയണം. അത് സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ അതിന് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ മരണവും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഹദീസിനെ, പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കണം. നമ്മൾ അതാണ് നമ്മളെ ജോലി. നമ്മൾ ഈ സുന്നത്തിൽ നിന്ന് പിറകോട്ട് പോകല്ല. പഠിപ്പിച്ച സുന്നത്തുകൾ അത് കൃത്യമായി ചെയ്യുക. ഇല്ലാത്ത സുന്നത്തുകൾ അത് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് സുന്നത്ത് സുന്നത്തായും ബിദ്അത്ത് ബിദ്അത്തായും ബിദ്അത്തിനെ അങ്ങ് തള്ളിക്കളയാനാണ് പറഞ്ഞത്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാല ഫിന്നാർ. വളരെ കൃത്യമാണ്. ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം നേരെയാക്കിയാൽ നല്ല മരണം കിട്ടും, ആഖിബത്ത് നന്നാവും. നമ്മൾ ആകെ കൂടി ജീവിക്കുന്നത് എന്തിനാ? ആഖിബത്ത് നന്നാവാനല്ലേ? ആ ആഖിബത്ത് നല്ല രൂപത്തിലായി തീരാൻ നല്ല അമലുകൾ ചെയ്ത് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന നല്ല മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യനിൽ സ്വാഭാവികമായി വരുന്നതാണ്. അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ വരാം. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീർമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. വീടുകളിലും ആശുപത്രികളിലുമായി വേദനകൾ കടിച്ചമർത്തി അത് സഹിക്കാൻ കഴിയാത്ത വിധം വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലുള്ള ആളുകൾ തന്നെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്കൊക്കെ വേണ്ടപ്പെട്ട എത്ര ആളുകളാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, രോഗികളായി കിടക്കുന്നവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണത്തിന് കീഴടങ്ങി നിന്റെ സന്നിധിയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതന്മാർക്കും എല്ലാം അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين واجعلنا من المحسنين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.